നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ മുതൽ നാം ഗീതാഹൃദയം എന്ന ഭഗവത്ഗീത പഠനം ആരംഭിക്കുന്നു പറഞ്ഞു. തുടർന്ന് ഗീതാ മഹാത്മ്യം നാം ശ്രദ്ധിച്ചു. ഇനി നമുക്ക് 18 അധ്യായങ്ങളിലെ 1-ാം അധ്യായമായ അർജുന വിഷാദ യോഗം അതിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. വിശദമായി നമുക്ക് ഗീതയെപ്പറ്റി ഇതിലൂടെ തന്നെ ചർച്ചയായി. ഇന്നലെ നമുക്ക് ഗീതാ മഹാത്മ്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എങ്കിലും ഗീതയെപ്പറ്റി പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അധികമുണ്ട്, വളരെയധികമുണ്ട്. നമുക്ക് 1-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. അർജുന വിഷാദയോഗമാണ്. ആദ്യമായി ഗുരുവന്ദനം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. തുടങ്ങുന്നത് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ചോദ്യവും ഉത്തരവുമായ രീതിയിലാണ് ഭഗവത്ഗീത വരുന്നത്. ആദ്യം കൗരവരുടെ പിതാവായ ധർമ്മരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര ഭൂമിയിൽ എത്തിച്ചേർന്ന യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരായ നമ്മുടെ ആളുകളും പാണ്ഡവരും എന്ത് ചെയ്തു? യുദ്ധം തുടങ്ങാൻ പോകുന്നു, യുദ്ധം ചെയ്യാൻ എല്ലാവരും എത്തിച്ചേർന്നിട്ട് അവരെല്ലാം എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം മാത്രമാണ് തുടക്കത്തിൽ ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. അതിന് സഞ്ജയൻ പറയുന്ന ഉത്തരം സഞ്ജയവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഖ്യ രാജവചനമബ്രവീത്. അവിടെ പാണ്ഡവ സൈന്യം അണിനിരന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദുര്യോധന രാജാവ് ദ്രോണാചാര്യനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് തുടർന്ന് പറയുന്നതാണ്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. 3-ാമത്തെ ശ്ലോകമാണത്. ഹേ ആചാര്യ, ബുദ്ധിശാലിയും അങ്ങയുടെ ശിഷ്യനുമായ ദ്രുപദ രാജപുത്രനാൽ അണിനിർത്തിപ്പെട്ട പാണ്ഡവരുടെ ഈ സൈന്യത്തെ നോക്കിയാലും എന്ന് സഞ്ജയൻ പറഞ്ഞിട്ട് ഇനി പാണ്ഡവ സൈന്യത്തെ പറ്റി പറയുകയാണ്. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുശ്ചേകിദാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുങ്കവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. ഈ പാണ്ഡവ സൈന്യത്തിൽ വലിയ വില്ലാളികളും യുദ്ധത്തിൽ ഭീമ അർജുനന്മാർക്ക് സമന്മാരായ ശൂരന്മാരുമുണ്ട്. അതിൽ യുയുധാനൻ, വിരാട രാജാവ്, മഹാനായ ദ്രുപദൻ രാജാവ്, ദൃഷ്ടകേതു, ചേകിദാനൻ, കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശൈബ്യൻ, വിക്രമിയായ യുധാമന്യു, വീരനായ ഉത്തമൗജസ്, സുഭദ്രയുടെ പുത്രൻ അഭിമന്യു, പാഞ്ചാലി പുത്രന്മാരായ പ്രതിവന്ധ്യൻ, സുതസോമൻ, ശ്രുതകീർത്തി, ശതാനീകൻ, ശ്രുതസേനൻ തുടങ്ങി എല്ലാവരും മഹാരഥന്മാർ തന്നെ.
ഇത്രയുമാണ് ഇന്ന് നാം ശ്രദ്ധിച്ചത്. ധൃതരാഷ്ട്ര ചോദിക്കുന്നു, കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനായി വന്നവർക്ക് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് സഞ്ജയൻ പറഞ്ഞ ഉത്തരമാണ്. പാണ്ഡവ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ട്, നല്ല വീരന്മാരായ അവരെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. തുടക്കമായതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നു. ഇനി ഭഗവാന്റെ വചനങ്ങൾ, ഗീതോപദേശം അർജുനനെ ഭഗവാൻ ചെയ്യുന്ന ആ ഗീതോപദേശം തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആമുഖമായി പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സർവേശ്വരൻ നല്ലൊരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ശുഭാസുദിനം.